പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ദിനം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുമല്ലോ. ഇന്ന് നമുക്ക് ജൂലൈ മാസം 25-ാം തീയതി വലിയൊരു വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ നാമധേയം സ്വീകരിച്ച മാമോദിസ പേരുള്ള എല്ലാവർക്കും നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥനകൾ നേരുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ജേക്കബ് തൂങ്കുടി പിതാവിന് ഇത്തിരി ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ജേക്കബ് മന്നത്തോടത്ത് പിതാവ്, നമ്മുടെ പാലക്കാട് മുൻ മെത്രാൻ, അതുപോലെ ഷിക്കാഗോ മുൻ മെത്രാൻ ജേക്കബ് അങ്ങാടിയത്ത് പിതാവ്, ജേക്കബ് മുരിക്കൻ പിതാവ്, അങ്ങനെ പിതാക്കന്മാര്, വൈദികര്, അതുപോലെ നമ്മളുടെ തന്നെ സ്വന്തക്കാര്, ജേക്കബ് നാമധാരികളായ എല്ലാവരെയും നമുക്ക് ഓർത്ത് ഇന്നേ ദിനത്തില് നമുക്ക് പ്രത്യേകമായിട്ട് യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥതയില് തീക്ഷ്ണമതിയായിരുന്നു. യാക്കോബ് ശ്ലീഹയുടെ പ്രത്യേകം നമുക്കറിയാലോ അല്ലെ, തീക്ഷ്ണമതിയായിരുന്നു. യാക്കോബ് നാമധാരികൾക്ക് എല്ലാവർക്കും നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥന മംഗളങ്ങൾ നേരുകയാണ് കേട്ടോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ജ്ഞാനം 3:9. അവിടെ വചനം പറയാണ്, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. തുടർന്ന് പറയാണ്, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ ഇനി കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ലേ? പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്വർഗത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകാനും ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനും മനുഷ്യനെ സ്വാതന്ത്ര്യം എന്ന ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി ദൈവം നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിച്ച് അവന്റെ ജീവിതത്തിന് മാനസാന്തരം വരുത്തി, മാനസാന്തരത്തിനായി ആഗ്രഹിച്ച് കൂടെ കുദാശകൾ സ്വീകരിച്ച് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് അങ്ങനെ സ്വർഗം നൽകുന്ന കൃപകൾ സ്വീകരിക്കാനും ഇതിനോടൊക്കെ മറുതലിച്ച് നിൽക്കുവാനും നമുക്ക് അവകാശമുണ്ട്. അപ്പൊ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കുന്നു പറയുമ്പോൾ ദൈവമേ, എന്നെ അങ്ങ് തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാനും തിരസ്കരിക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. തുടർന്ന് വചനം പറയുന്നത്, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിത വിശുദ്ധി അതൊരു ആർഭാടമല്ല മക്കളെ. ജീവിത വിശുദ്ധി അത് അത്യന്താപേക്ഷിതമാണ്. ഈ കാലഘട്ടത്തിൽ പിശാച് നമ്മുടെ ജീവിതങ്ങൾക്ക് ലോകത്തിൻ്റെതായ ഇമ്പങ്ങള് ശരിക്കും ഫോഴ്സ് ചെയ്ത് ആ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ പോരാനായിട്ട് അവൻ ശരിക്കും നമ്മൾ നിർബന്ധിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. ഇത് യോഹന്നാന്റെ സുവിശേഷം 10:10. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. പിശാച് ചില സ്വകാര്യ സുഖങ്ങൾ, ചില സ്വകാര്യ സന്തോഷങ്ങൾ നമ്മിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നമ്മളെ വളർത്താനല്ല, നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളിൽ പെട്ട് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകലുകയാണ് എങ്കിൽ ഈശോയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണ് എന്നാണ് അർത്ഥം. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈശോ നൽകുന്ന ക്ഷണം നമുക്ക് സ്വീകരിക്കാം. വെളിപാട് പുസ്തകത്തിൽ പറയുന്നില്ലേ, ഇതാ ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു. ഈശോ ഓരോ മകളുടെയും വാതിൽക്കൽ മുട്ടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥമാകണം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച്. അവന്റെ മാർഗദീപം എന്ന് പറയുന്നത്, അവന്റെ ലോ ബുക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ബൈബിൾ അതിനെ കുറിച്ച് എന്ത് പറയുന്നു? വിശുദ്ധ പാരമ്പര്യം അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ആ വഴിയെയാണ് ഒരു മകൾ നടക്കേണ്ടത്. ഇന്ന് ലോകത്തില് ഒരുപാട് തിയറികളും ഒരുപാട് തെറ്റായ അബദ്ധ പ്രബോധനങ്ങളും, അത് സെയിം സെക്സ് മാരേജിനെ കുറിച്ചും LGBT കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ലോകം പലതും പറയും. എന്നാൽ ദൈവവചനം എന്ത് പറയുന്നോ അതിൽ നിന്ന് ആണ് വീണ മാറാനായിട്ട് പ്രിയ സഹോദര സഹോദരി, നീ പരിശ്രമിക്കരുത്. വലിയ കൃപ ഈ ദിനത്തിലെ സ്വർഗം നിനക്ക് നൽകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.